ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം? നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക, അതാണ് സ്വാതന്ത്ര്യം എന്ന് കരുതുന്ന ഒരു കാലത്ത് ആണ് നാം ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട്, അതായത് എനിക്ക് ഒരു തടസ്സവുമില്ലാതെ ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അതപ്രകാരം ജീവിക്കുവാൻ ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് കരുതുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതായത് സമൂഹത്തിനോ സഭയ്ക്കോ കുടുംബത്തിനോ എന്ത് ദോഷം വന്നാലും വേണ്ടിയില്ല, എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ നമ്മളിപ്പോൾ ഓരോ ഭവനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് സഹിഷ്ണുതയില്ലാതെയായി, മാതാപിതാക്കൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങൾ അവരുടെ യൗവനയുക്തമായ പ്രായത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ അവരെ അനുസരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. അവരുടെ ഇഷ്ടങ്ങളൊക്കെയും സാധിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് മാതാപിതാക്കൾ കടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. അവരുടെ വരുമാനമോ ഒന്നുമല്ല ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ താല്പര്യം. അവർ എന്താഗ്രഹിക്കുന്നുവോ, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യണമോ സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതായ ഒരു വേദഭാഗമുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്തവൻ എല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങളുടെ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് ആണ് പറയുന്നത്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവഹിതമനുസരിച്ച് ജീവിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ പിതാവ് അവനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മളെ രക്ഷിപ്പാനാണ്, അവനെ നമ്മളെ ശിക്ഷിപ്പാനല്ല. ആ പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം തരണമെന്നുണ്ടെങ്കിൽ നാം അവൻ പറഞ്ഞ പാതയിലൂടെ നാം ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിക്കുന്ന അവസരത്തിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നാം സ്വാതന്ത്ര്യം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. മക്കൾ വളർന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾ കൊത്തറയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് എനിക്ക് പട്ടാളത്തിലേക്ക് പ്രവേശനം കിട്ടിയത്. ഞാൻ എൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യ യൂണിറ്റിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് ആദ്യ അവധിയെടുത്ത് വീട്ടിൽ വന്ന് എൻ്റെ അടുത്തുള്ള ഒരു ചെറിയ കവല എന്ന് വേണമെങ്കിൽ പറയാം, നെറ്റൊരുത്തെഴു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന യാക്കോബായ സഭയിലുള്ള ഒരു സ്ത്രീ ആ കടത്തണ്ണയിലിരിക്കുന്നത് കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, ചേട്ടത്തി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, മോനെ, എൻ്റെ മകൻ എൻ്റെ ഭവനത്തിൽ നിന്നും എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. ഞാൻ വളരെ ആശ്ചര്യത്തോടുകൂടി അവരോട് ചോദിച്ചു, എന്താണ് കാരണം? അവരൊന്നും പറയുന്നില്ല. ഞാൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ ഏക മകൻ എന്നോട് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോന്നു. മോനെ, ഇന്ന് ഒരാഴ്ചയായി ഞാൻ ഈ കടത്തണ്ണയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. എനിക്കിനി വീട്ടിലേക്ക് പോകണ്ട. എനിക്ക് അറിയാവുന്ന പയ്യനായിരുന്നു, ഞാൻ അവനെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, നമുക്ക് വീട്ടിലേക്ക് പോകാം. വളരെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടിലെ സാഹചര്യം കണ്ടപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ ആ മകനോട് ചോദിച്ചു, എന്താ മകനെ, നീ വളരെ പ്രാർത്ഥനയിലും നേർച്ചയിലുമൊക്കെ ഉണ്ടായ ഒരു മകനാണ് നീ ഒരു മകനെ അവരെത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, നീ നിൻ്റെ അമ്മയെ എന്തിനാണ് ഇറക്കി വിട്ടത് എന്ന് ചോദിച്ചു.
അതോടൊപ്പം തന്നെ ആ മരുമകളായിരിക്കും കുറ്റക്കാരി എന്ന് എൻ്റെ മനസ്സിൽ കണ്ട് ഞാൻ അവളോടും ചോദിച്ചു, നിൻ്റെ വിവാഹം കഴിഞ്ഞ് ഇവിടേക്ക് വന്നിട്ട് 6 മാസമല്ലേ ആയുള്ളൂ, ഇതിനോടകം നിൻ്റെ അമ്മയെ നീ മടുത്തുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയുന്നത്, എൻ്റെ തെറ്റല്ല, കേൾക്കുക എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരോട് വിവരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ആ മരുമകൾ ഒരു യഥാർത്ഥ മരുമകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഈ അമ്മ ഇറങ്ങിപ്പോകാനായിട്ട്. ഈ മകനും ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചില്ല. എന്നാൽ അവിടെ സംഭവിച്ചത് സ്വാതന്ത്ര്യം എന്ന വിഷയമാണ് അവിടെ യഥാർത്ഥത്തിൽ ഉടലെടുത്തത്. ആ മകൻ കല്യാണം കഴിച്ചതിന് ശേഷം ആ മകനെ സ്വതന്ത്രമായി അവർ വിട്ടില്ല. ആ ദമ്പതികൾക്ക് ഒന്ന് സംസാരിക്കണമെങ്കിൽ പോലും സ്വതന്ത്രമായിട്ട് അവർക്ക് ആ വീട്ടിൽ സംസാരിക്കാൻ സാധിച്ചില്ല. രാത്രിയിൽ അവർ ഉറങ്ങുന്ന കൂട്ടത്തിൽ വേറൊരു സിംഗിൾ കട്ടിലിട്ട് ആ റൂമിൽ തന്നെ കിടക്കുന്ന അമ്മ, അതുപോലെ തന്നെ വെളിയിൽ വന്നാലും അമ്മ കേൾക്കാതെ അവരൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്നും വെളിയിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു. അതായത് ആ തള്ള അത്രയ്ക്ക് മകനെ സ്നേഹിക്കുന്നു, മരുമകളെയും സ്നേഹിച്ചു, പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ വന്നപ്പോഴാണ് വീട്ടിൽ വഴക്ക് തുടങ്ങി. വഴക്കായി കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്, ഞങ്ങൾ ദമ്പതികളാണ്, ഞങ്ങളെ വെറുതെ വിടുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അപ്പൻ മരിക്കുന്നിടം വരെ എൻ്റെ അപ്പനും നീയുമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നിൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയതിന് ശേഷം നീ മാത്രമാണ് എനിക്കൊരു മകനായിട്ടുള്ളത്. നിന്നെ ഒരിക്കലും എനിക്ക് ദൂരെ വെക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മകനെ, നീ എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം, എൻ്റെ മരണം വരെയും. അവസാനം വഴക്ക് കൂടി മകൻ പറഞ്ഞു, എൻ്റെ അമ്മയെ ഒന്ന് മാറിത്തരാവോ എന്ന് ചോദിച്ച് അരിശപ്പെട്ടാണ് ആ സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങിപ്പോയത്. മകനോട് ഞാൻ ചോദിച്ചു, നീ നിൻ്റെ അമ്മയെ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങ് തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ അന്വേഷിച്ച് പോകാഞ്ഞതെന്ന്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടേതായ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ, മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കാതെ, മക്കൾ തന്നോളുമാകുമ്പം താനെന്ന് വിളിക്കണമെന്നും അവരെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം അവരുടേതായ ജീവിതത്തിന് വിട്ടുകൊടുക്കണമെന്നും ഒന്നും ആ അമ്മ ചിന്തിച്ചില്ല. അതിനാലാണ് ആ വീട്ടിൽ ആ കുഴപ്പമുണ്ടായത്. അവസാനം എനിക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം ആ വീട്ടിലിരുന്ന് അവരോട് സംസാരിക്കേണ്ടതായി വന്നു. അമ്മയെ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. പിറ്റേ ഞായറാഴ്ച എഗെയിൻ ആ വീട്ടിൽ പോയി അവരോട് സംസാരിച്ചു. പിന്നീട് മരണം വരെയും ആ അമ്മയ്ക്ക് ആ വീട്ടിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയും അമ്മ മക്കളെ സ്വതന്ത്രരാക്കുകയും കുറേ പള്ളിയിൽ കൂടുതൽ പോവുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ വീടിന് സമാധാനമായി. ഞാൻ ഉദ്ദേശിച്ചത്, നാം ഓരോരുത്തരും മനസ്സിലാക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ തോന്നിവാസം, ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ, മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി, നമ്മളുടെ ബന്ധുമിത്രാദികളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജീവിക്കുക എന്നുള്ളതല്ല. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളെയും നിൻ്റെ സൃഷ്ടാവിനെയും നീ മനസ്സിലാക്കി, സ്വാതന്ത്ര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ദൈവം ബാക്കിയുള്ള ജീവിതം സന്തോഷപ്രദമായി ഈ ലോകത്തിൽ ജീവിച്ച് സ്വർഗരാജ്യത്തിൽ ഓട് ചേരുവാൻ നിനക്ക് സാധിക്കും. അവൻ്റെ രണ്ടാമത്തെ വരവിൽ നിൻ്റെ ഈ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നതായ ജഡം രൂപാന്തരപ്പെട്ട് ആത്മാവുമായി ചേർന്ന് ആ പുതിയ യുഗത്തിൽ നിനക്ക് ജീവിക്കുവാൻ സാധിക്കും എന്ന് ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.